ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മോൾക്ക് ഒരു ദിവസം എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്ക് 9 മാസമായി. ഓക്ക് ഞാൻ രാവിലെ തന്നെ ഒരു കഷ്ണം പത്തലും ഒരു തുള്ളിക്കറിയും ഇച്ചിരി വെള്ളം കൂട്ടുന്നത് വെച്ചെങ്കിൽ കറി എരിയാണ്ടിരിക്കാനാണ്. ഞാൻ അധികം തേങ്ങാപ്പാലിലാണ് കൊടുക്കല്. ഇന്ന് കറി കൂട്ടിയിട്ട് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആടുന്ന ഒരു 11 മണിയാകുമ്പോൾ ഇതുപോലെ പിസ്ത, ബദാം, കൊരട്ട, മുന്തിരി അങ്ങനെ എല്ലാം വരുന്ന മിക്സ് ആയതുകൊണ്ട് വാങ്ങാൻ കിട്ടും. പിന്നെ 2 ഈത്തപ്പായും ഇതെല്ലാം വാങ്ങിയിട്ട് ഞാനൊരു അളവിലാക്കി വെക്കലാണ്. അളവിലാക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഇതെല്ലാം ഒരു ജാറിലേക്ക് ഇട്ട് പിന്നെ ഒരു കഷ്ണം ആപ്പിൾ തൊലി കളഞ്ഞിട്ടിട്ടാലാണ് നല്ലത്. കഷ്ണേ വേണ്ടു. അങ്ങനെ ആപ്പിളും പിന്നെ പാലിലും ഉണ്ടാക്കുക. ഞാൻ പിന്നെ വെള്ളത്തിലാണ് ഉണ്ടാക്കൽ. പാല് കുഞ്ഞിക്ക് കഫ് കട്ടയൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കൽ. ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ട് ഞാനിതുപോലെ കുപ്പിയിലാക്കി കൊടുക്കുമ്പോൾ നല്ല പാല് കുടിക്കും. സ്പൂണോട് കോരി കുടിക്കുമ്പോൾ നേരെ കുടിക്കുന്നില്ല. ആടുന്നൊരു ഉച്ചയാകുമ്പം ഇച്ചിരി ചെറിയ അരിയും ക്യാരറ്റാ ബീട്രൂട്ടാ അങ്ങനെ എന്താ ഉള്ളത് നോക്കിയിട്ട് ഒന്നിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ട് എടുക്കലാണ്. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും ആക്കുന്നതുകൊണ്ട് ചോറ് വേറെ ക്യാരറ്റ് വേറെ ആക്കിയതാണ്. ക്യാരറ്റല്ല ഇന്ന് ഞാൻ കൊടുത്തത് ബീട്രൂട്ടാണ്. അങ്ങനെ അതെന്താക്കുന്നത് വെച്ചെങ്കിൽ ഒരു ജാറിലിട്ട് അടിച്ചെടുക്കും. ഇച്ചിരി എന്താ വെച്ചാൽ മറ്റൊരാൾ തിന്നുന്നില്ല, അതുകൊണ്ട് ഇച്ചിരി സെപ്പറേറ്റ് ഒരു ജാറിലിട്ട് അടിച്ചെടുക്കലാണ് ഈ ഒരു രീതിയിൽ. പിന്നെ ആടുന്നൊരു വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ ഒരു മുട്ട പൂങ്ങി കൊടുക്കും. ഒക്കെ ഡോക്ടർ എല്ലാ ദിവസവും ഒരു മുട്ട പൂങ്ങി കൊടുക്കാൻ പറഞ്ഞതിനോട് തീരെ വെയിറ്റ് ഇല്ല. ഇതൊക്കെ ആക്കി കൊടുത്താലും ഒരു ഇച്ചിരി തിന്നും, കൂടുതലും തിന്നൂല. പിന്നെ ആടുന്നൊരു രാത്രി ആകുമ്പോൾ ഒരു ആപ്പിൾ ഇതുപോലെ ചിരണ്ടിയിട്ട് കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ മോൾക്ക് ഒരു ദിവസം കൊടുക്കുന്ന ഫുഡ്. എല്ലാ ദിവസവും ഇങ്ങനെ മാറി കൊടുത്തത് തന്നെ കൊടുക്കില്ല. ഈ വീഡിയോ 3